1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ഇത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കാനും നേതൃത്വ പാഠത്തിലേക്ക് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ബുദ്ധിപരമായി ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നേരെയാകുന്നതാണ്. ചില വ്യക്തികളെ മാന്യന്മാരായ നല്ല നേതാക്കളാക്കി മാറ്റുന്നതിനും ഈ യോഗം ഉപകാരപ്പെടുന്നു. അതുപോലെ മികച്ച ധാർമ്മിക ബോധം ഉണ്ടാകുന്നതിനും അത് സാധ്യമാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഭക്തജനങ്ങളിലെ ഒരു ദൈവികതയിലെ മതഗ്രന്ഥങ്ങളിലുമുള്ള ഒരു സംശയം ഉണ്ടാകാം. അതായത് ദൈവം ഉണ്ടോ എന്ന മതഗ്രന്ഥങ്ങളെല്ലാം സത്യമാണോ എന്നുമുള്ള ഒരു ആശയക്കുഴപ്പം, സംശയം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതായത് സംശയം ഉണ്ടാകാം, പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ യാഥാർത്ഥ്യമല്ലാത്ത, യുക്തിപരമായി ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിലരെയും കാണാൻ സാധിക്കുന്നു. വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും ഒരു വിള്ളൽ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്നും ഭക്തജനങ്ങൾ അകലുന്നു. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതായത് മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ മോശമായി, അതായത് ദുർവ്യാഖ്യാനം നടത്തി ഭക്തജനങ്ങളില് വളരെ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. എന്തായിരുന്നാലും ഈ കർക്കിടക മാസം ഭക്തജനങ്ങൾക്ക് അത്ര ഒരു നല്ല മാസമല്ല എന്നാണ് കാണുന്നത്. മുതിർന്ന ബന്ധുജനങ്ങൾക്കുണ്ടായിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ധർമ്മപരമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള കാലതാമസവും കുറഞ്ഞു കിട്ടുന്നു. അതിലുള്ള തടസ്സങ്ങളും അലച്ചിലും മാറിക്കിട്ടുന്നു. ഭാഗ്യഹാനി ഉള്ളത് മാറി ഭാഗ്യം വരുന്നു. ഹൃദയത്തിന് അസുഖമുള്ളവർ, അത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഹൃദയത്തിനുണ്ടെങ്കിൽ അവർക്കെല്ലാം തക്ക ചികിത്സ, സർജറിയോ ഒക്കെ ചെയ്ത് അവർക്ക് വളരെയധികം സുഖം പ്രാപിക്കാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ ചേരുന്നതിനും അതുപോലെ സർട്ടിഫിക്കറ്റുകൾ ചിലത് കിട്ടുന്നതിനും വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നതിനൊക്കെ ഉള്ള തടസ്സങ്ങൾ മാറി അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് സാധ്യമാകുന്നു. പാഴ് ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി മാറിക്കിട്ടുന്നു. ചിലർക്ക് അധികാരമുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നു. ചിലർക്ക് ബഹുമതിയും അവാർഡുകളും ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലും ധനലാഭം ഉണ്ടാകുന്നു. ശത്രുക്കളുടെ ശല്യം കുറഞ്ഞു കിട്ടുന്നു. ബന്ധുക്കളോട് ഉള്ള കലഹവും കുറച്ചൊക്കെ മാറിക്കിട്ടുന്നു. ജപ്തി നടപടികളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അന്യന്മാരിൽ നിന്നും ചതി പറ്റാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടം. ചിലർക്ക് കണ്ണിന് ചില അസുഖങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ചിലരുടെ സഹോദരങ്ങൾക്ക് ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുന്നതിന് സാധ്യതയുണ്ട്. ആത്മധൈര്യം ചോരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം. പല പ്രതിസന്ധികൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി പുണർദം നക്ഷത്രക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല രീതിയിലും ഐശ്വര്യം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പല വിലപിടിച്ച സമ്മാനങ്ങളും ലഭ്യമാകാം. ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. എങ്കിലും പല കാര്യങ്ങളും വിഘ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് അതെല്ലാം നേരെയാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഇവിടെ അവർക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നതിനും തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ അവർക്ക് സാധ്യതയുണ്ട്. അതൊന്നും മുടക്കം വരുന്നില്ല. ചില കുട്ടികൾക്ക് പല വിലപ്പെട്ട സമ്മാനങ്ങളും സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ വരുന്നതിനാൽ സന്മനസ്സുള്ളവരുടെ സഹായം അവർക്ക് ലഭിക്കുന്നതാണ്. വീട്ടിലുള്ളവർക്ക് കാലക്രമേണ ചില ഗുണങ്ങളും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാം. കുടുംബത്തിലുള്ളവർക്ക് ചില അസുഖങ്ങൾ വരാം. അതുപോലെ തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങളും വരുന്നതിന് സാധ്യതയുണ്ട്. ഈ കാലയളവിൽ കുട്ടിയെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില മോശപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ ഈ കുട്ടിക്ക് വളരെയധികം ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം തന്നെ എന്നേക്കും
നിന്നു പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതിനാൽ വളരെ ശ്രദ്ധിക്കുക. എന്നാൽ ചില കുട്ടികൾക്ക് തുടർന്ന് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിന് അവിടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും ഭാഗ്യമുണ്ട്. ധനപരമായി നല്ല നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വിവാഹത്തിനും അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള യോഗം ഈ സമയം കാണുന്നുണ്ട്. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ആരോഗ്യകരമായി പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമാണ്. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് അവർക്ക് വളരെ ഭാഗ്യമുള്ള ചില ആൾക്കാർക്കുണ്ട്. അവർക്ക് വളരെയധികം നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ധനസമൃദ്ധിയും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. മാനഹാനി വരാതെ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലത്ത് വലിയ ജലാശയങ്ങളിൽ നിങ്ങൾ ഇറങ്ങി കുളിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ജലത്തിൽ ഒരു അപകടമുള്ള ഒരു സമയമാണ്. ആയതിനാൽ അതിനുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വേണം നിങ്ങൾ ഇറങ്ങാനായിട്ട്. എന്നാൽ അവസാന 3 വർഷം തൊഴിലിൽ ഒരു പ്രശ്നവും വരാതെ നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആയതിനാൽ മോശമായ നടപടികളിൽ നിങ്ങൾ പെടരുത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനൊക്കെ കൂട്ടുനിൽക്കുകയാണെങ്കിൽ എന്ന് നിങ്ങളെ ജോലിയിൽ തന്നെ തടസ്സം വരാൻ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കൃഷിക്കാർക്ക് ഈ 3 വർഷം, അവസാനത്തെ 3 വർഷം നല്ലൊരു സമയമല്ല. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ശത്രുദോഷം ഏൽക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. മരണത്തെ മുഖാമുഖം കാണേണ്ടതായിട്ട് ചിലർക്ക് വന്നേക്കാം. എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്നു. വാഹനങ്ങൾ വളരെ ജാഗ്രതയായി ഓടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത്. അതുപോലെ ഇവിടെയും ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടരുത്. അങ്ങനെ കൂട്ടുകൂടി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ദ്രോഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശിക്ഷാ നടപടികൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് പുണർദം നക്ഷത്രക്കാർക്ക് ഇത്ര നാളും, അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അനുഭവിച്ച ഒരു ഭയപ്പെട്ടുള്ള ഒരു ജീവിതവും കഷ്ടപ്പാടുകളും ഒക്കെ മാറിക്കിട്ടി അവർക്ക് വളരെ സന്തോഷിക്കാൻ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായി അവർക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്നു. വാഹനവും വീടും ഒക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു. ശത്രുക്കളും അസൂയാലുക്കളും കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് അധികാരമുള്ള താൽക്കാലികമായിട്ടുള്ളതാണെങ്കിലും ഒരു നല്ല പദവി അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതായത് ചെയർമാൻ, വൈസ് ചാൻസലർ, മാനേജിംഗ് ഡയറക്ടർ, ചെയർപേഴ്സൺ, കമ്മീഷൻ എന്നീ തസ്തികകളിലേക്ക് അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പദവി ലഭിച്ചേക്കാം. 78 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിചാരിച്ചിരിക്കാതെ ഉള്ള ചില പ്രതികൂല നടപടികൾ ചിലർക്ക് സർക്കാരിൽ നിന്നുണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രമേഹമുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലർക്ക് വിദഗ്ധ ചികിത്സ തന്നെ വേണ്ടി വന്നേക്കാം. കഷ്ടതകൾക്ക് എല്ലാം മാറിക്കിട്ടും. അവസാനം കഷ്ടതകളെല്ലാം മാറിക്കിട്ടുന്നതായിട്ടും ശരീരസുഖം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ട് വരുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.